ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ജോഷിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, ഉഷാ ഉതുപ്പ്, നെടുമുടി വേണു, ഗോപിക എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് 2006 പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് പോത്തൻ വാവ. ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാൽ നിർമ്മിച്ച ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് ബെന്നി പി നായരമ്പലമാണ്. പോത്തൻ വാവയിലേക്ക് ഉഷാ ഉതുപ്പിനെ കാസ്റ്റ് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബെന്നി പി നായരമ്പലം. പോത്തൻ വാവയിലെ ശക്തമായി സ്ത്രീ കഥാപാത്രമായ വക്കീലമ്മയെ ആര് ചെയ്യും എന്നതിനെ കുറിച്ച് ആലോചനകൾ വന്നിരുന്നുവെന്നും ഗോഡ്ഫാദറിൽ NN പിള്ളയെ അവതരിപ്പിച്ചതുപോലെ ഫ്രഷായിട്ടുള്ള ആരെയെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് നടൻ ലാൽ പറഞ്ഞുവെന്ന് ബെന്നി പി നായരമ്പലം പറയുന്നു. അങ്ങനെ ഉഷാ ഉതുപ്പ് എന്ന പേരിലേക്ക് എത്തിയെന്നും കഥ പറഞ്ഞ് കേട്ട ശേഷം ഉഷാ ഉതുപ്പ് കരഞ്ഞെന്നും ബെന്നി പി നായരമ്പലം പറയുന്നു. എന്തിനാണ് കണ്ണു നിറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ തന്റെയും ഇതുപോലെ ഒരു മിശ്ര വിവാഹം ആയിരുന്നുവെന്നാണ് ഉഷാ ഉതുപ്പ് പറഞ്ഞത്. ബെന്നി പി നായരമ്പലത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പോത്തൻ വാവയിൽ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട്. അമ്മയുടെ കഥാപാത്രം, വക്കീലമ്മ എന്ന് പറയുന്ന ക്രിസ്ത്യാനി ആയിട്ടുള്ള നല്ല തന്റേടിയായിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ കഥാപാത്രമാക്കാൻ ഏത് നടിയെ സമീപിക്കണം എന്നുള്ളതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു ആലോചന വന്നിരുന്നു. പലരുടെയും പേരുകൾ നിർദ്ദേശങ്ങളിൽ വന്നിരുന്നുവെങ്കിലും ലാലേട്ടൻ പറഞ്ഞത് ഫ്രഷായിട്ടുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ നന്നാകും എന്നാണ്. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ NN പിള്ളയാണ് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത്. NN പിള്ളയെ ഗോഡ്ഫാദറിൽ അവതരിപ്പിച്ചതുപോലെ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഞങ്ങൾ പല പേരുകൾ ആലോചിച്ച കൂട്ടത്തിലാണ് ഗായിക ഉഷാ ഉതുപ്പ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്ന ആശയം വരുന്നത്. ഞാനും ലാലേട്ടനും കൂടെ ഉഷ ചേച്ചിയുടെ അടുത്തു പോയി കഥാപാത്രത്തെക്കുറിച്ചും കഥയെക്കുറിച്ചും പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞ ഉടനെ ഉഷ ചേച്ചിയുടെ കണ്ണു നിറഞ്ഞു. എന്തു പറ്റി, അത്രയ്ക്ക് ഫീലായോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഉഷ ചേച്ചി പറഞ്ഞത്, എന്റെ ജീവിതവുമായി ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാനും ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അതുകൊണ്ടാണ് ഈ കഥ കേട്ടപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞതെന്ന് ഉഷ ചേച്ചി പറഞ്ഞുവെന്ന് ബെന്നി പി നായരമ്പലം പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.